ഓക്കെ, സ്മാർട്ട് വർക്ക് സീരീസ് പാർട്ട് 3. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ ഈ ഒരു നിങ്ങൾ കുറേ ടോപ്പേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരുടെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എക്സാമിനറും സൈലവും പിന്നെ പല പല നിങ്ങൾ ചിലപ്പോൾ നാട്ടിലറിയുന്ന പല ചേട്ടന്മാരും ചേച്ചിമാരെല്ലാം ടോപ്പേഴ്സിനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവരാരും പറയാത്തൊരു കാര്യമുണ്ട്. ഇവർ എപ്പോഴും പറയും നിങ്ങൾ അങ്ങനെ ഇത്ര നേരം പഠിക്കണം, ഇത്ര നേരം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണം, ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് വായിക്കണം. പക്ഷേ ഞാൻ ഇവരെ പല ആൾക്കാർ ഇൻ്റർവ്യൂസ് എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരാരും മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യം, അത് എന്താണ്, പേഴ്സണലി ആസ് എ റാങ്ക് 1 ആസ് എ ടോപ്പർ ഐ വാണ്ട് ടു ഡിസ്കസ് വിത്ത് യു. എന്താണ് നിങ്ങൾ എപ്പോഴും വിചാരിക്കും എന്താണ്, ഞാൻ ഭയങ്കര ജനിച്ച മുതലേ ഭയങ്കര എന്താണ് ഭയങ്കര കൈൻഡ് ഓഫ് പെർഫെക്റ്റ്, പിന്നെന്താണ് ഈ പറഞ്ഞ എനിക്ക് എല്ലാ കാര്യങ്ങളും ഐ ഓൾറെഡി ഫിഗേർഡ് എവറിത്തിങ്, എനിക്ക് ഐ ഹാവ് എ പ്ലാൻ ഫോർ എവറിത്തിങ്, അല്ലെ ഞാൻ ജനിച്ച മുതലേ ഭയങ്കര ഒരു പഠിപ്പിസ്റ്റായിട്ട് ജനിച്ചിരിക്കുന്ന. ഇറ്റ്സ് സംതിങ് കൈൻഡ് ഓഫ് ഇൻഗ്രീൻ ഇൻ മൈ ലൈഫ് സ്റ്റൈൽ. ഇറ്റ്സ് the reflection of my habits. It's the execution of my diet, hydration and physical exercise. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ലാസ്റ്റ് പറഞ്ഞ 3 കാര്യങ്ങൾ എന്തെല്ലാണ്: ഡയറ്റ്, ഹൈഡ്രേഷൻ, ഫിസിക്കൽ എക്സസൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ച്വലി നിങ്ങൾ എന്താണ് ടോപ്പ് മാർക്കിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫുൾ മാർക്ക്, ഫുൾ A+ എങ്ങനെയാണ് നിങ്ങളെ, അതായത് യു വുഡ് ഹാവ് നെവർ സീൻ എ എന്താണ് ടോപ്പർ ടോക്ക് അബൌട്ട് ലൈക്ക് ഓക്കെ യു ഷുഡ് ഫോളോ എ ഗുഡ് ഡയറ്റ്, യു ഷുഡ് ഡ്രിങ്ക് എന്താണ് this much amount of water every single day. Look, seriously, I have still a cup of water beside me every time. I have this 1 liter bottle. So ഞാൻ പറയുന്ന കാര്യം തമാശയല്ല, ലൈക്ക് these things actually help me. ഇതിനെ പറ്റിയിട്ടൊന്നും ആരും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പറയാത്തതിൻ്റെ കാരണം, so these are the small things. So these small things, if you can't do the small things, how will you do the big things? അപ്പോൾ എന്താണ്, let me tell you how these things help me പെർഫോം അറ്റ് പീക്ക് ലെവൽ ഓൾ ദ ടൈംസ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് നല്ലോണം പഠിക്കണം, നല്ലോണം ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ എന്ത് വേണം? എനർജി വേണം, ഫിസിക്കലി ആൻഡ് മെൻ്റലി. ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്ന കാര്യം ആക്ച്വലി നമ്മളെ എന്താണ് മെൻ്റലി നമുക്ക് എന്താണ് ഒരു റിഫ്രഷ്മെൻറ്റിൽ ഒരു എനർജി തരും. അതേപോലെ ഡയറ്റും നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രേഷൻ എന്തിന് എനർജി തരും? ഫിസിക്കലായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ല. അപ്പോൾ ഈ രണ്ടും ഒരു ബാലൻസിൽ പ്രവർത്തിക്കണം. ഇതാണ് നമ്മൾ പറയാറുള്ളത്, ഹെൽത്തി മൈൻഡ് ഇസ് എൻ എ ഹെൽത്തി ബോഡി. നമ്മുടെ ബോഡി എത്രത്തോളം ഹെൽത്തിയാണ് അത്രത്തോളം നമ്മുടെ മൈൻഡും അത്രത്തോളം ക്ലിയർ ആയിരിക്കും, അത്രത്തോളം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സെയിങ് അബൌട്ട് ഫിസിക്കൽ എക്സസൈസ്, ഇറ്റ് കൈൻഡ് ഓഫ് എന്ന് പറയുന്നത് ഭയങ്കര ഡംബൽസ് ഒക്കെ പൊന്തിക്കണം, ഭയങ്കര ബാർബെൽസിൽ എടുക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. എന്താണ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ലൈക്ക് എ 5 minute walk, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ സ്റ്റെയർ കേസിൽ നിന്ന് ജസ്റ്റ് മുകളിൽ കയറി താഴെ ഇറങ്ങി അത് കുറച്ച് 2-3 പ്രാവശ്യം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഒരു 5 minutes walking, 5 minutes running, or even 5 minutes meditation or breathing exercise. These are all kinds of physical exercises. നമ്മളെ ബോഡി എന്താണ് കുറച്ചൊന്നൊരു മൂവ്മെൻറ്റ് വേണം, എന്തെങ്കിലുമൊക്കെ രീതിയിലൊന്ന് നമ്മൾ എന്താണ് ഫിസിക്കലി നമ്മളൊന്ന് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം. വെറുതെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ തന്നെ പറയാം നമ്മൾ. എന്താണ് വെറുതെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കസേരയിൽ മാത്രം ഇരുന്നില്ല, അല്ലെങ്കിൽ സോഫയിൽ മാത്രം ഇരുന്നിട്ട് റീൽസ് നോക്കുന്നു, ഇൻസ്റ്റാഗ്രാം നോക്കുന്നു, അത് നോക്കുന്നു, ഇത് നോക്കുന്നു. ആ സമയം കൂടി ഒരു 5 minute കൊണ്ട് ഇവിടെ രണ്ട് റീൽസ് കാണുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 5 minute നടന്നിട്ട് വരാൻ പറ്റും. സോ ഇങ്ങനത്തെ എന്താണ് ഞാൻ ആക്ച്വലി ഐ ഡു 30 minutes ഓഫ് ക്വാളിറ്റി എക്സസൈസ് എവറി സിംഗിൾ ഡേ ഇൻക്ലൂഡിങ് ഓൺ സൺഡേസ്. പക്ഷേ എന്താ അത്ര പോലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റ് സൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വാക്കിംഗ് ആണ് സൂട്ട് ചെയ്യുന്നതെങ്കിൽ വാക്കിംഗ് ചെയ്താൽ മതി, മെഡിറ്റേഷൻ പറ്റുന്നെങ്കിൽ മെഡിറ്റേഷൻ ഡു സം കൈൻഡ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ദാറ്റ് കൈൻഡ്സ് മേക്സ് ദാറ്റ് ബ്രെയിൻ. കാരണം ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ആസ്പെക്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്താണ് ഈ പറയുന്ന നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ദർസ് എ ഹോർമോൺ കോൾഡ് എൻഡോർഫിൻ. അതിനെപ്പറ്റി ആരും അധികം പറഞ്ഞു കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ബയോളജി പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം വാട്ട് ഇസ് എൻഡോർഫിൻ. ഇറ്റ്സ് എ ഫീൽ ഗുഡ് ഹോർമോൺ. നമ്മൾ എക്സസൈസ് ചെയ്യും തോറും എന്താണ് എവറി ഡേ വെൻ വി എക്സസൈസ് ഇറ്റ് റിലീസസ് ദറ്റ് എൻഡോർഫിൻ ഹോർമോൺ ഇൻസൈഡ് ദറ്റ് ബ്രെയിൻ. അപ്പോൾ നമുക്ക് നാച്ചുറലി ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും ഭയങ്കര ഒരു എന്താണ് ഒരു എനർജിയൊക്കെ തോന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വി ഫീൽ മോർ മോട്ടിവേറ്റഡ് ആൻഡ് മോർ ഹാപ്പി ടു ഡു തിങ്സ്. These things actually help me every single day when I work out. After taking the shower, I feel absolutely motivated. Even today I had done some stretching and some jawline exercises. Every single day I'm just trying to maintain that schedule. But the step 1, do some kind of physical activity, be it walking, meditation, or even ab workout, something. Try to do it. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്താണ് കീ ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് ഈ പറഞ്ഞ നിങ്ങളെ ഒരു ഡയറ്റാണ്. ഡയറ്റ് മീൻസ് ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി സോ സ്ട്രിക്റ്റ് ദാറ്റ് യു കാൺ ലിറ്ററലി ഈറ്റ് എനിത്തിങ്. അങ്ങനത്തെ ഡയറ്റ് ഒന്നുമല്ല. ആക്ച്വലി നിങ്ങൾ ഡയറ്റ് എന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ നമ്മളൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, അതല്ല ആക്ച്വലി ഡയറ്റ്. ഡയറ്റ് ഡസൻറ്റ് മീൻ പട്ടിണി കിടക്കുക. ഇറ്റ് ആക്ച്വലി മീൻസ് ഈറ്റിംഗ് ദ റൈറ്റ് ഫുഡ് വിച്ച് ഹാസ് ന്യൂട്രിയൻസ് ആൻഡ്
ട്രൈയിങ് ടു ലിമിറ്റ് ദ എന്താണ് ബാഡ് ഫുഡ്സ് ലൈക്ക് ദി ജങ്ക് ഫുഡ്സ് ആൻഡ് അൺഹെൽത്തി ഫുഡ്സ്. ഇതാണ് ആക്ച്വലി ഡയറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. യു ക്യാൻ സ്റ്റിൽ എൻജോയ് ദോസ് ബർഗേഴ്സ് ആൻഡ് ഐസ്ക്രീം ആൻഡ് എവറിത്തിങ്. പക്ഷേ എന്താ ഞാനിപ്പോൾ അല്ലെന്ന് വെച്ചാൽ ഞാൻ പൊതുവെ എങ്ങനെയെന്ന് പറയേണ്ടത് ഡയറ്റ് നല്ലോണം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അധികം ജങ്ക് ഫുഡൊന്നും കഴിക്കലില്ല. എന്താണ് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നാലായി, ഒരു ഐസ്ക്രീമോ ബർഗറൊക്കെ വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കലും തിന്നാലായി. പക്ഷേ എക്സാമിൽ അടുക്കുമ്പോൾ പിന്നെ ഞാൻ തീരെ തിന്നലില്ല ജങ്ക് ഫുഡൊന്നും. ഐ ഫോളോ എ വെരി സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ഡയറ്റിൻ്റെ കാര്യത്തിൽ. I get the required carbohydrates, protein, minerals, vitamins, whatever thing it is. ഇതാണ് അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എഗ്സ് കഴിക്കാം, മിൽക്ക് കഴിക്കാം, വേറെന്താ ഈ പറഞ്ഞ നമ്മളെ ചെറുപയർ, അതൊക്കെ ധാന്യങ്ങളാണ്, മിനറൽസ് ആണ്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൈബർ കണ്ടന്റ്, ഫ്രൂട്ട്സ്. ഇന്ന് പോലും എന്താണ് രാവിലെ ഒരു 1 ആപ്പിൾ + 1 പോംഗ്രനേറ്റ് തിന്നിട്ടാണ് വരുന്നത്. ഒരു ആപ്പിൾ ഒരു പോംഗ്രനേറ്റ് തമ്മിലത്തേക്ക് വയറ് മൊത്തം നിറഞ്ഞു പോയി. അത്രത്തോളം ഫൈബർ കണ്ടന്റ് ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഇടയ്ക്കിടയ്ക്ക് നേരം ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഇതെന്തുകൊണ്ട് ഈ പ്രശ്നം പറ്റും? നിങ്ങൾക്ക് എന്താണ് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റായിട്ടില്ല. നിങ്ങൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഓക്കെ എന്ന് പറയേണ്ടത് എന്തോ ഈ രാവിലെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോൾ പിന്നെയും വിശന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ അന്നേരം 2 ഓറിയോ എടുത്ത് കഴിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മിച്ചർ തിന്നു, കുറച്ച് വേറെന്തെങ്കിലും എന്ന് പറയുന്നത് കാലത്തപ്പാറ്റ തിന്നു, അങ്ങനെ എന്തെങ്കിലും ഇതെന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ ക്രേവിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് again and again you're eating that sugary and salty foods. ഇത് പറഞ്ഞാൽ ഈ ഷുഗറി ആൻഡ് സാൾട്ടി ഫുഡ്സ് അധികം ഇതിൽ ഈ ഷുഗർ ആൻഡ് സോഡിയം കണ്ടന്റ് ജാസ്തിയാണ്. ഈ പറഞ്ഞ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, അല്ലെ വേറെ എന്ത് ഓയിലി ഐറ്റംസ് ആയി അല്ലെ ഇതിലെന്തുണ്ട്, ഒന്നിക്ക് സോഡിയം ഉണ്ടോ അല്ലെങ്കിൽ ഷുഗർ ഉണ്ട്, എന്തെങ്കിലും ഒന്ന് മാറിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ഷുഗറും സോഡിയം കൂടുമ്പോൾ എന്താ പ്രശ്നം പറ്റുന്നത്? ദിസ് ബ്രെയിൻ ബിക്കംസ് ലേസി, മടിയനായി ഒന്ന് പിന്നെ പണി ചെയ്യാൻ ഒരു ഒരു അലസത വന്നു, ഒരു ഡ്രൗസിനെസ് ആണ്. അതേസമയം വെൻ യു ഈറ്റ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ഫുഡ് യുവർ ഏബിൾ ടു പെർഫോം ഇൻ മാക്സിമം എനർജി. ഇപ്പോൾ എല്ലാ ദിവസവും ചെറുപയറും മറ്റേ മുട്ടയും പാലും മീനൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് മൈ ബ്രെയിൻ ഇസ് ഏബിൾ ടു ബ്രെയിൻ ആൻഡ് ദ ബോഡി ഇസ് ഗെറ്റിംഗ് ദ ന്യൂട്രിയൻസ് ഇറ്റ് നീഡ്സ്. ആ എനർജിയിൽ എനിക്കിപ്പോൾ പ്രവർത്തിക്കണം. പിന്നെ പരമാവധി പറ്റുന്ന ഷുഗറി ഫുഡ്സും ഈ പറഞ്ഞ സാൾട്ട് ഫുഡ്സ് എല്ലാം പരമാവധി സോഡിയം ഹൈ കണ്ടന്റിൽ അടങ്ങിയിരിക്കുന്ന ചിപ്സ്, ലേസ്, ബിസ്ക്കറ്റ്, യു നോ വാട്ട് ഐ എം സെയിങ്, ഓൾ ദോസ് സാൾട്ട് ജാസ്തി, ഉപ്പ് ജാസ്തിയുള്ള സാധനങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് യുനോ. അതാണ് ഡയറ്റിനെ പറ്റി പറയുന്നത്. നിങ്ങൾ പരമാവധി നല്ലൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ഒരു ടോപ്പർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടാവല്ലോ, ഓക്കെ ഇഫ് യു ഫോളോ എ ഗുഡ് ഡയറ്റ് യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. ഐ നെവർ സീൻ ലൈക്ക് ദാറ്റ്, ബട്ട് ഐ ഫോളോ ദാറ്റ് ഒബ്വിയസ്ലി. പിന്നെ ഹൈഡ്രേഷൻ, 2 to 3 liters ഓഫ് വാട്ടർ. എസ്പെഷ്യലി ദിസ് ഇസ് സമ്മർ സീസൺ. അപ്പോൾ അതിനാണ് കയറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 2 to 3 liters ഇസ് ഐഡിയൽ. ഗേൾസിനിപ്പം കുറച്ച് കൂടുതൽ വേണ്ടി വരും, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പീരീഡ്സ് ഒക്കെ കാരണം കുറച്ച് ഓക്സിജൻ ചെല്ലുമ്പോൾ കുറയുമ്പോൾ കുറച്ചും കൂടി അധികം വാട്ടർ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡെയിലി. ഞാനിപ്പോൾ ഇത് 1 ലിറ്റർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1 ലിറ്റർ ഓഫ് കുപ്പി വെള്ളം വെച്ചിട്ട് പറ്റുമെങ്കിൽ ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരം ഇങ്ങനെ കുടിമേ കുടിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ കുടിച്ച് രാവിലെ മുതൽ ഉച്ച വരെ ഒരു 1 ലിറ്റർ, ഉച്ച മുതൽ വൈകുന്നേരം വരെ 1 ലിറ്റർ, അങ്ങനെ നോക്കിയിട്ട് ഞാൻ 2 to 3 liters ഓഫ് വാട്ടർ എവറി സിംഗിൾ ഡേ ഡ്രിങ്ക്. അപ്പോൾ മൈ സ്കിൻ ഇസ് ഹൈഡ്രേറ്റഡ്, മൈ മൈൻഡ് ഇസ് ഹൈഡ്രേറ്റഡ്, എവറിത്തിങ് ഇസ് ഹൈഡ്രേറ്റഡ്. അപ്പോൾ എനിക്ക് വേണ്ട, അതായത് ബോഡിക്ക് പലപ്പോഴും ഭക്ഷണമല്ല ആവശ്യം. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഭയങ്കര വിശക്കുന്നുണ്ട്, അതായത് ആക്ച്വലി വിശപ്പല്ല, ദാറ്റ് ഈസ് തേഴ്സ്റ്റ്. ആ ദാഹമാണ് ആക്ച്വലി നമ്മൾ വിശപ്പായിട്ട് കരുതുന്നത്. പലപ്പോഴും ബോഡി നീഡ്സ് വാട്ടർ, നോട്ട് ദിസ് കൈൻഡ് ഓഫ് ഫുഡ്സ് ടു ഈറ്റ് റിപ്ലേഷൻ ദാറ്റ് ഹങ്കർ അല്ല ആക്ച്വലി, അവിടെ നമുക്ക് തേഴ്സ്റ്റാണ് ആക്ച്വലി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ. വാട്ടർ മര്യാദ കുടിക്കുക, ട്രൈ ടു ഫോളോ എ ഗുഡ് ഡയറ്റ്, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻ സം കൈൻഡ് ഓഫ് ഫോം. ജസ്റ്റ് 5 to 10 minutes ചെയ്താൽ മതി എവറി സിംഗിൾ ഡേ. അതൊരു കോൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്താൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വിൽ ഷോലി സ്റ്റാർട്ട് ടു ഡെവലപ്പ്. പിന്നെ വേണ്ടിക്കൽ ഞാൻ എൻ്റെ ഒരു പ്രോട്ടിപ്പായിട്ട് എനിക്ക് എക്സാമിൻ്റെ ദിവസം ഞാൻ കഴിക്കുന്ന വളരെ സ്പെഷ്യലായിട്ടൊരു ഒരു ഫുഡ് ഉണ്ട്, എക്സാം സ്പെഷ്യൽ ഫുഡ്. ഞാൻ പൊതുവായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല, പക്ഷേ ലെറ്റ് മീ ട്രൈ ടു ടോക്ക് അബൌട്ട് ദറ്റ്. നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. അതായത് 2 boiled eggs പ്ലസ് ഓട്സ് പ്ലസ് മിൽക്ക് പ്ലസ്, അതായത് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട്, അതായത് ഓട്സ്, പാല്, പഴം, പിന്നെ കുറച്ച് ഡേറ്റ്സും ബദാമും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സീരിയൽസ് ഒക്കെ ഇട്ടിട്ട് ഒരു സംഭവം, ഒരു ഓട്സിൻ്റെ ഒരു ഇതുപോലെ ഒരു പോറടിച്ച് പോലെ. അപ്പോൾ ഞാൻ ഈ 2 കാര്യം മാത്രമേ എക്സാമിൻ്റെ ദിവസങ്ങളിൽ, അതായത് ഏത് എക്സാം ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാം ആയിക്കോട്ടെ, +2 എക്സാം ആയിക്കോട്ടെ, +1 എഴുതുന്ന കാലത്തായിക്കോട്ടെ, എല്ലാ എക്സാമിനും ഞാൻ ഒരേ സംഭവം, അത് 2 eggs പ്ലസ് ദിസ് ഓട്ട് മീൽ. ഇത് 2 കഴിച്ചിട്ട് ഞാൻ എക്സാമിന്. അപ്പോൾ ബോഡിക്ക് വേണ്ട എനർജിയും കിട്ടി. കാരണം നമ്മൾ പറയുന്നത് ഈ എക്സാമിൻ്റെ കുറച്ച് സമയം മുൻപല്ലേ, എക്സാമിൻ്റെ 2 മണിക്കൂർ മുമ്പല്ലേ, എക്സാമിൻ്റെ പൊതുവെ ഇപ്പോൾ രാവിലെ എക്സാമെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വല്ലാതെ ഹെവി ആയിട്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ആ ലഞ്ചൊന്നും ഹെവി ആയിട്ട് കഴിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ബ്രെയിൻ ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ശ്രദ്ധ.
അന്നേരം നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ ശ്രദ്ധ. ഇറ്റ് വിൽ ബി ടു ഡൈജസ്റ്റ് ദിസ് തിങ് ഇൻസൈഡ് ദി സ്റ്റൊമക്ക്. അപ്പോൾ അതെന്ത് ചെയ്യാം? അപ്പോൾ ഞാൻ വളരെ സ്മാർട്ടായി നീക്കിക്കൊണ്ട് ജസ്റ്റ് 2 eggs and the oatmeal. It gives me all the energy I need to perform maximum level in the exam and to retain those information in the head. ഇത്ര കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ഒബ്വിയസ്ലി ദീസ് ആർ ഓൾ ദ തിങ്സ് ഐ സേ. If you can't do the small things, how will you do the big things?